പ്രകാശമേ മിഴി തുറക്കുക വേഗം. പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ദൈവവചനത്തെ നമ്മൾ കണ്ടുമുട്ടുക. ഈശോയുടെ സൗഖ്യം, കർത്താവ് നൽകുന്ന സൗഖ്യം, കർത്താവ് നൽകുന്ന ഈ സ്നേഹം, ഇതിനെല്ലാം പിന്നെ ഒത്തിരി ആളുകൾ ഈശോയെ അനുഗമിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഈ സഭയിൽ നിന്നെല്ലാം പിൻവാങ്ങുകയാണ്. യെശയ്യാ പ്രവാചകന്റെ ഒരു വചനം ഇവിടെ കൃത്യമായിട്ട് പ്രവാചകൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവിനെ, തൻ്റെ ആത്മാവിനെ ഈ വ്യക്തിയിൽ, തൻ്റെ ദാസനിൽ നിവസിപ്പിക്കുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതായത് ഈ പരിശുദ്ധ റൂഹ എന്നറിയുന്ന ഈശോ മിശിഹ, ഈശോയുടെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടുന്ന ഒരു ജീവിതമാണ്. പ്രവാചക ഗ്രന്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഈശോ, പരിശുദ്ധാത്മാവ് എന്നറിയുന്ന ഈശോ, ഈ ഈശോ നമുക്കെന്നും പ്രചോദനമാണ്, ശക്തിയാണ്. കർത്താവിനെ അനുഗമിക്കുന്ന, ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു വ്യക്തിയിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണം. പിതാവിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയായി മാറണം. പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഒരു വ്യക്തി എന്നും കർത്താവിന് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ എപ്പോഴും അവിടുത്തെ പ്രിയപ്പെട്ടവരായി തീർന്നുകൊണ്ട് ദൈവാരൂപിയിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാൻ, ബഹളങ്ങളിൽ നിന്ന് പിന്മാറി ദൈവാരൂപിയിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിന് ഈശോ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക